ഹരിത പഞ്ചായത്ത് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് വണ്ടമേട് ഗ്രാമപഞ്ചായത്ത് ഈ മാസം 27 ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. ഇതിന്റെ ഭാഗമായി സ്കൂളുകളും ഇതര സ്ഥാപനങ്ങളും അടക്കം 36 ഹരിത ഇടങ്ങളുടെ പ്രഖ്യാപനം പൂർത്തിയായി. മാലിന്യം പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നവർക്കെതിരെ പഞ്ചായത്ത് കർശന നടപടികളിലേക്ക് നീങ്ങിയതിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി വലിയ പിഴയാണ് ഈടാക്കി വരുന്നത്. വരും ദിവസങ്ങളിൽ റോഡിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടാൽ 25,000 മുതൽ 50,000 രൂപ വരെ ഫൈൻ ഇടുന്നത് കൂടാതെ ലഭിക്കുന്ന അഡ്രസ് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനും എല്ലാ വാർഡുകളിലും ക്യാമറ സ്ഥാപിക്കാനും മാലിന്യം തള്ളുന്നവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 2,500 രൂപ പ്രതിഫലം നൽകാനുമാണ് ഭരണസമിതിയുടെ തീരുമാനമെന്ന് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി പറഞ്ഞു. റോഡുകളിൽ നിന്നും വേസ്റ്റ് കൂമ്പാരത്തിൽ നിന്നും തപ്പിയെടുത്ത അഡ്രസ്സുകളാണ്. ഇതുപോലുള്ള അഡ്രസ്സുകൾ ഞങ്ങൾ തപ്പിയെടുത്തിട്ട് കൃത്യമായിട്ടും ഇവർക്കെതിരെ 25,000 വീഡിയോ പിടിച്ചിട്ടുണ്ട്, വീഡിയോയുടെ തെളിവുണ്ട്. 25,000 രൂപയ്ക്കുള്ള പിഴയാണ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നമ്മളിനി ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ ഒരു പ്രാവശ്യം ഇപ്പം ഏതാണ്ട് 22 പേരുടെ പല സ്ഥലങ്ങളിലായിട്ടുള്ള അഡ്രസ്സ് കളക്ട് ചെയ്ത് അവർക്ക് 25,000 രൂപ പിഴ നമ്മൾ ഈടാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന നാളെ മുതൽ ഇനി റോഡ് സൈഡിൽ വേസ്റ്റ് ഇടുന്ന ആരെങ്കിലും അഡ്രസ്സ് കിട്ടി കൃത്യമായിട്ട് അതിൻ്റെ തെളിവ് സഹിതം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് അതാത് ദിവസങ്ങളിൽ തന്നെ അവരുടെ പേരും അഡ്രസ്സും സഹിതം ചാനലിൽ വിളിച്ച് വാർത്ത കൊടുക്കുകയും ഇവർക്ക് 25,000 മുതൽ 50,000 രൂപ പിഴ അടയ്ക്കുന്ന തീരുമാനിക്കുന്നത്. കാരണം ഇത് പൊതുജനം കൂടെ അറിയണം. വരും ദിവസങ്ങളിൽ 187 അയൽക്കൂട്ടങ്ങളും ടൗണുകൾ ഉൾപ്പെടെ 8 പൊതുസ്ഥലങ്ങളും ഹരിത പ്രഖ്യാപനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്. വണ്ടൻവേട് ഗ്രാമപഞ്ചായത്തിന്റെ ഭൂരിഭാഗവും തോട്ടം മേഖലയാണ്. ഇവിടെ എത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സംവിധാനമില്ല എന്ന കാരണത്താൽ റോഡിൽ തള്ളുന്ന അവസ്ഥയും നിലനിൽക്കുകയാണ്. കൂടാതെ വാഹനങ്ങളിൽ എത്തിച്ച മാലിന്യം തള്ളുന്നതും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും പഞ്ചായത്ത് ഭരണസമിതി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, അണക്കര.